എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്കിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സിദ്ധാർത്ഥൻ വിശ്വനാഥനോടൊപ്പം തന്നെ നമ്മുടെ അനിരുദ്ധ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം അനിരുദ്ധ കണ്ട പാടെ തന്നെ തൻ്റെ അച്ഛനെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നെങ്കിൽ കൂടിയും അനിരുദ്ധിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം മോഹമൊക്കെ തിരിച്ചു നിൽക്കുകയാണ്. തൻ്റെ മകന്റെ നീരസമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിദ്ധു ആണെങ്കിൽ മകനോട് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നമ്മുടെ സ്വരമോളും അതുപോലെ തന്നെ നമ്മുടെ അനന്യയും കൂടി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പം ഇവർ വന്ന പാടെ തന്നെ സ്വരമോളാണെങ്കിൽ ഡാഡി എന്നും വിളിച്ചുകൊണ്ട് ഓടി ഇങ്ങ് വരിക കേട്ടോ. അപ്പൊ കൊച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ദാ ഇത് നിന്റെ അച്ചച്ചനാണ് എന്നുള്ള കാര്യം അനിരുദ്ധ പറഞ്ഞതും കുഞ്ഞോടി പോവുകയാണ് അച്ചച്ചന്റെ അടുത്തേക്ക്. അപ്പം അച്ചച്ചൻ കുഞ്ഞിനെ കണ്ട പാടെ തന്നെ കൊച്ചിനെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ സ്വരമോൾക്കും വലിയ സന്തോഷമായി. സ്വരം ആദ്യമായിട്ടാണല്ലോ അച്ചച്ചനെ കാണുന്നത്. അങ്ങനെ കുഞ്ഞു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സിദ്ധു ചോദിക്കുന്നുണ്ട്, മോള് അച്ചമ്മയെ കാണാറുണ്ടോ എന്നുള്ള കാര്യം. അതിന് അച്ചമ്മയെ കാണുന്നത് എങ്ങനെയാ, മരിച്ചുപോയവരെ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കുഞ്ഞ് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പൊ മോള് പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും സുമിത്ര മരിച്ചുപോയി എന്നുള്ള കാര്യമാണ്, അത് സത്യം തന്നെയാണ് എന്നുള്ളത് നമ്മുടെ സിദ്ധു മനസ്സിലാക്കുകയാണ്. അപ്പൊ സിദ്ധു ചോദിക്കുന്നുണ്ട്, മോനെ അനിരുദ്ധെ, സുമിത്ര മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി, അവൾക്ക് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യമൊക്കെ അനിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛാ അമ്മ മരിച്ചിട്ട് ഇപ്പം 6 കൊല്ലമായി. അമ്മ മരിച്ച സമയത്തൊന്നും ഞങ്ങളാരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അമ്മയാണെങ്കിൽ ആ ഒരു ആക്സിഡന്റിന് ശേഷം ഒരു കോമ സ്റ്റേജിലായിരുന്നു. സ്പോട്ടിൽ തന്നെയാണ് രോഹിതങ്ങൾ മരിച്ചതെന്നും അമ്മ ഒരുപാട് കാലം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അമ്മയെ ആ ഒരു അവസ്ഥയിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ത്രാണിയില്ലാതിരുന്ന കൊണ്ടാണ് ദീപുങ്കിളാണ് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. ഇനി തുടങ്ങിയ വിവരങ്ങളെല്ലാം നമ്മുടെ സിദ്ധുവിനോട് അനിരുദ്ധ് പറയുകയാണ്. അപ്പോഴാണ് സിദ്ധു ഇത്രയും കാലവും താൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, നാട്ടിലുള്ള ആരെയും കുറിച്ച് താൻ അന്വേഷിക്കാനൊന്നും മുതിർന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. അപ്പം സരസ്വതി അമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സിദ്ധു അനിരുദ്ധിനോട് ചോദിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ചമ്മ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പം ഇതെല്ലാം കേൾക്കുമ്പം അനന്യ പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും വന്നതല്ലേ, സിദ്ധാർത്ഥിന് കുടിക്കാനായിട്ടുള്ള ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ അങ്ങ് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് പ്രേമയാണെങ്കിൽ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മോളെ. ദേ അനിരുദ്ധിനെ തേടി ഇപ്പം അവന്റെ അച്ഛൻ എത്തി. ഇനി എന്നാണ് സുമിത്ര ഈ പടി കടന്ന് ഈ വീട്ടിലേക്ക് അനിരുദ്ധിനെ തിരക്കി വരുന്നത്, അത് നീ ഇങ്ങനെ കാത്തിരുന്നോ, എന്തായാലും അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പ്രേമ ഇങ്ങനെ അനന്യയെ കുറ്റപ്പെടുത്തുമ്പം അനന്യ പറയുന്നുണ്ട്, അമ്മേ അറിഞ്ഞ സത്യങ്ങൾ ഇതുവരെ ഞാൻ അനിരുദ്ധിന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറയാത്തത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അമ്മയെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അമ്മ അത്രയും വലിയൊരു കളവല്ലേ എനിക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ സുമിത്രാമ്മയ്ക്ക് വേണ്ടി ആ ഒരു ബലിയിടൽ ചടങ്ങ് നടക്കുന്ന സമയത്തെങ്കിലും അനിരുദ്ധിന്റെ അടുത്ത് ആ ഒരു സത്യം പറയാനായിട്ട് മുതിർന്നതാണ്. പക്ഷേ അമ്മ വിലക്കിയത് കൊണ്ട് മാത്രമാണ്, അമ്മയോ അച്ഛനും കുറ്റക്കാരാകരുതെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സത്യം തുറന്നു പറയാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രേമയുടെ മുഖത്ത് നോക്കി അനന്യ പറയാണ്. അങ്ങനെതാ അമ്മായിയപ്പനെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ അനന്യ സൽക്കരിക്കുകയാണ്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, മോനെ സരസ്വതി അമ്മയെ കുറിച്ചിട്ട് അന്വേഷിക്കണം, അതുപോലെ തന്നെ എനിക്ക് ദീപുവിനെ കുറിച്ച് അന്വേഷിക്കണം, ശീതളും അതുപോലെ തന്നെ പ്രതീക്ഷയും ഒക്കെ ഇപ്പൊ എവിടെയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം അനിരുദ്ധിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛാ പ്രതീക്ഷ വലിയൊരു കുറ്റമൊക്കെ ചെയ്ത് അവനിപ്പോ ഉള്ളത് ജയിലിലാണ് എന്നുള്ള ആ ഒരു സത്യം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിലും ഞെട്ടിത്തിരിയാണ്. കാര്യം ഇത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് തന്റെ ഫാമിലി, അത് ഇപ്പൊ എന്താ പടുകുഴിയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലായി. തന്റെ അച്ഛന്റെ മരണത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ തന്റെ കുടുംബം അധപ്പതിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഇവന് വലിയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ശീതളിനെ കുറിച്ച് ചോദിക്കുമ്പം അച്ഛാ ശീതളിനെ കുറിച്ചിട്ട് ഒരു വിവരവും തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് അനിരുദ്ധ് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ അരവിന്ദനിൽ നിന്നും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അപ്പൊ സിദ്ധു എന്തായാലും നാട്ടിലെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ തന്നെ അരികിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കിനും
ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നുവെന്നും എന്തിന്റെ പേരിലാണ് ശ്രീനിലയം പരമശിവത്തിനെ പോലെയുള്ളൊരു ഗുണ്ടയ്ക്ക് കൈമാറിയത് എന്നുള്ള ഒരു കാര്യം അയാളെ കണ്ടപാടെ ചോദിക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സുമിത്രയുടെ മനസ്സിലുള്ളത്. അപ്പൊ സുമിത്ര ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രഞ്ജിത അവിടെ ഇങ്ങനെ വരുന്നത്. അപ്പൊ രഞ്ജിത വന്ന പാടെ ആ ഒരു സെറ്റിയിൽ ഇരുന്നിട്ട് എന്താണ് സുമിത്ര, ഭയങ്കര ആലോചനയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. എനിക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും അധികം ചിന്തിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യമൊക്കെ രഞ്ജിതയോട് ഇങ്ങനെ പറയുമ്പോൾ രഞ്ജിത ഒന്ന് പതറുകയാണ്. എന്റെ ഭർത്താവിനെ പറ്റിച്ച് പലരും ഒക്കെ ജീവിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അധിക കാലം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആ വീട്ടിലേക്ക് പരമശിവം എത്തുന്നത്. അപ്പൊ പരമശിവം വന്ന പാടെ തന്നെ രഞ്ജിതയും പരമശിവവും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് ഏകദേശം മനസ്സിലായതാണ്. അങ്ങനെ സുമിത്രയ്ക്ക് ആ ഒരു കാര്യം കൂടി പിടികിട്ടുകയാണ്. അപ്പം രഞ്ജിത ഇടപെട്ട് നിന്നുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥിനെ ചതിച്ച് ആ പരമശിവ തന്റെ ആ ഒരു മുതല് ശ്രീനിലയം കൈമാറിയത് എന്നുള്ള ആ ഒരു സത്യം. അപ്പൊ അതും സുമിത്രയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സുമിത്ര അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും പരമശിവൻ പറയുന്നുണ്ട്, അല്ല ഇതെന്താണ്, ഈ പുള്ളിക്കാരി ഇപ്പൊ ഇവിടെയാണോ താമസം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും എന്തു ചെയ്യാനാണ് പരമശിവം, എന്റെ കെട്ടിയോനൊരു അബദ്ധം പറ്റി, അങ്ങേര് ഇവളുടെ അമ്മായിയമ്മയെ വണ്ടി ഇടിപ്പിച്ചു. തള്ളയാണെങ്കിൽ ഒരു അട്ടയുടെ സ്വഭാവമുള്ള തള്ളയാണ്. അതുകൊണ്ട് തന്നെ അവരിവിടെ നിന്ന് മാറ്റാനായിട്ടൊന്നും ഇപ്പൊ തൽക്കാലം നിവർത്തിയില്ല. ഇപ്പൊ അമ്മയെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സ് ആയിട്ട് ഇവളിവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് സുമിത്രയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, അതെ രഞ്ജിതയും അതുപോലെ തന്നെ പരമശിവവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ ഭർത്താവിനെ ചതിച്ചാണ് ഈ ഒരു സ്വത്ത് അത് നിന്റെ പേരിലാക്കിയത് എന്ന് പൂർണ്ണമായ ആ ഒരു വിശ്വാസവും അതിന്റെ ഒരു തെളിവും ഒക്കെ എന്റെ പക്കലുണ്ട്. അപ്പം അതെല്ലാം മനസ്സിലാക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള സത്യം സുമിത്ര തിരികെ പറയാണ്. ഇപ്പതാ സിദ്ധാർത്ഥനും എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥൻ എന്തിന്റെ പേരിലാണ് പരമശിവത്തിന് ശ്രീനിലയം വിറ്റത് എന്നുള്ള കാര്യം സിദ്ധാർത്ഥനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും പരമശിവൻ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങളൊന്നും നടക്കുകയൊന്നുമില്ല. ഞാൻ ശ്രീനിലയം കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ സുമിത്ര അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും സുമിത്ര തൽക്കാലം അതിന് പിന്നാലെ ഒന്നും പോവണ്ട. ഈ ശ്രീനിലയം എനിക്കങ്ങ് നന്നേ പിടിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഞാൻ ഒരാൾക്കും തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം സുമിത്രയുടെ മുഖത്ത് നോക്കി പറയാണ് പരമശിവം. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ സിദ്ധുവിനെ നമ്മുടെ സിദ്ധാർത്ഥിനെ ഗുണ്ടകൾ കൈകാര്യം ചെയ്യാണ്. അപ്പം പരമശിവം എന്തായാലും സിദ്ധാർത്ഥിനെ നാട് കടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പോരാത്തതിന് പരമശിവത്തിനെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിച്ച വ്യക്തിയാണ് സിദ്ധു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ പരമശിവത്തിന്റെ ഗുണ്ടകൾ നല്ല രീതിയിൽ തന്നെ പെരുമാറുകയാണ്. അപ്പം അത്യാവശ്യം രീതിയിൽ നമ്മുടെ സിദ്ധു ചേർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പരമശിവത്തിന്റെ ഗുണ്ടകൾ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പരമശിവാണെങ്കിൽ രഞ്ജിതയോടിരുന്ന് സംസാരിക്കുമ്പോൾ സുമിത്ര അവിടുന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോവാണ്. അപ്പൊ സുമിത്ര ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നുള്ള രീതിയിൽ രഞ്ജിത പരമശിവത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതെ, ഇനി പരമശിവവും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ അകത്തോട്ട് പോയത് ചില്ലറക്കാരിയല്ല, അവള് പല കാര്യങ്ങളും കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാല് ഞാനും കൂടി കൂട്ടു നിന്നിട്ടാണ് ശ്രീനിലയം നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള ആ ഒരു സത്യം അവള് കണ്ടെത്തും എന്നുള്ള ആ ഒരു പേടി രഞ്ജിതയ്ക്കുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരുവിധം ഗുണ്ടകളിൽ നിന്നും സിദ്ധു ആണെങ്കിൽ രക്ഷപ്പെടുകയാണ്. അപ്പം അങ്ങനെ മടങ്ങിപ്പോകുന്ന സിദ്ധു ആ ഒരു കാഴ്ച കാണുകയാണ്. നമ്മുടെ സച്ചിനും അതുപോലെ തന്നെ ശീതളും വഴിയിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന ആ ഒരു കാഴ്ച. അപ്പം സച്ചിൻ എന്തൊക്കെയോ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ശീതളിനെ ബുദ്ധിമുട്ടിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഇത് തന്റെ മകളാണല്ലോ എന്നുള്ള രീതിയിൽ സിദ്ധു അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചിൻ പിടിച്ചു വലിച്ച് നമ്മുടെ ശീതളിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം സിദ്ധാർത്ഥ് പുറകെ ചെന്ന് ശീതളിനെ വിളിക്കുന്നുണ്ടെങ്കിലും ശീതള് തിരിഞ്ഞു നോക്കുകയോ അത് തന്റെ അച്ഛന്റെ വിളി കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയാണ് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥും സുമിത്രയും കൂടി ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ശ്രീനിലയം പുഷ്പം പോലെ അവർക്ക് തിരികെ പിടിക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു കള്ളിയുടെ മുഖംമൂടിയും വലിച്ചു കീറാൻ നമ്മുടെ സുമിത്രയ്ക്ക് നിസ്സാരമായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്